ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിൻ്റെ ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് വർക്ക് കീ ചെയിൻ്റെയും അതുപോലെ തന്നെ ഫ്രെയിമും ചെയ്യാനായിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഫ്രെയിം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഗോൾഡ് ഗിൽറ്റ് ആണ് ഇട്ടത്. അപ്പോൾ ഗിൽറ്റ് വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഫ്രെയിം വർക്ക് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ലാസ്റ്റ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഗിൽറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ പൊക്കത്തെ ഫ്രെയിമിൻ്റെ അവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു ബ്ലൂ വൈറ്റ് തീമിലായിരിക്കണം ചെയ്യേണ്ടിയിരുന്നത് ഫ്രെയിം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്ലൂ കളർ ഉണ്ടായിരുന്നു, വൈറ്റ് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒരു ടൂപ്പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി ഇത് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സെയിം നമ്മൾ മേളത്തെ ഫ്രെയിമിലും ഇതേപോലെ തന്നെ വൈറ്റ് ആൻഡ് ബ്ലൂ കളർ തീമിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആദ്യമേ ഓൾറെഡി ഞാൻ റെസിൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു ഒരു ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ടൂപ്പിക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. നമുക്ക് ഒരു കപ്പിൽ റെസിൻ എടുത്തിട്ട് അതിനകത്തേക്ക് കളർ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാനപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിൻ ഇങ്ങനെ പൊട്ടിപ്പോവും. അതിനകത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കളേഴ്സൊക്കെ മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കളർ മിക്സ് ചെയ്തിട്ട് ആ കളറോടുകൂടി ഒഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം അടുത്ത് ഞാൻ വൈറ്റ് കളറാണ് എടുത്തത്. വൈറ്റ് കളർ സെയിം ഇതേപോലെ തന്നെ ഒഴിച്ചിട്ട് ഞാൻ ടൂപ്പിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി അവിടെ ഇവിടെയൊക്കെ ആക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ കുറച്ച് ഗിൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പെട്ടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ മാറ്റണ സമയത്ത് ഇതിൻ്റെ പൊക്കത്തൂടെ എടുത്തപ്പോഴേക്കും അതിൻ്റെ കൈ തട്ടി അത് ഫുള്ളും അതിനകത്തേക്ക് വീണു കേട്ടോ. അങ്ങനെ ആ ഒരു ഫ്രെയിം നമുക്ക് ഫ്ലോപ്പായി പോയി. നമ്മൾ അതെടുത്ത് മാറ്റി. അതിന് ശേഷം ഇത് പുതിയതായിട്ട് നമ്മൾ പിന്നെ ആദ്യം തൊട്ടേ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു ബ്ലൂ തീമാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം വൈറ്റ് വേണ്ട, നമുക്ക് ആദ്യമേ ഫുൾ ബ്ലൂയിൽ തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് സെയിം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ താഴത്തെ ലെയറും ഫുള്ള് ബ്ലൂ കളറാക്കി. അപ്പോൾ ഫുള്ള് ഫ്രെയിമും ബ്ലൂ, അതിൻ്റെ താഴത്തെ വരുന്ന ഫ്രെയിമും ബ്ലൂ കളറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തു. ഫോട്ടോ സെലക്ട് ചെയ്തപ്പോൾ ഫോട്ടോയിൽ അവരുടെ ഡ്രസ്സിൻ്റെ കളറും ഫുൾ ബ്ലൂ ആണ്. അപ്പോൾ ഞാൻ പൊക്കത്ത് നമ്മൾ ഒഴിച്ചതിൻ്റെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നത്. നടുക്ക് മാത്രം കുറച്ച് ഇങ്ങനെ കട്ടിയായിട്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നമ്മൾ ഫോട്ടോ വയ്ക്കുവാണെങ്കിൽ കാണത്തില്ലല്ലോ എന്ന് വെച്ചു. അപ്പം നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിൻ ഈ ഫോട്ടോയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഒഴിച്ചപ്പോൾ റെസിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ നമ്മുടെ ഫ്രെയിമിൻ്റെ കുഴപ്പമാണോ അതോ ഫോട്ടോയുടെ കുഴപ്പമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന ഫോട്ടോയുടെ കളറൊന്ന് ഡൗൺ ആയി. അതുപോലെ തന്നെ അവരുടെ ഫേസിലൊക്കെ ഇങ്ങനെ എന്താണ് പാടുകൾ പോലെയൊക്കെ വരാനൊക്കെ തോന്നിയില്ല. അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫോട്ടോ ഒന്ന് മാറ്റി നോക്കാം, വേറെ ഏതെങ്കിലും ഫോട്ടോ വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഈ ഫോട്ടോ ഞാൻ അപ്പം തന്നെ റെസിൻ ഒഴിച്ച് അപ്പം തന്നെ എടുത്തിട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ വേറൊരു ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ഫ്രെയിമിലോട്ട് ഈ ഫോട്ടോ എടുത്ത് വെച്ചപ്പോൾ ഈ ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പമില്ല. കറക്റ്റ് ആ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ ഇവരുടെ തന്നെ ഒരു കീ ചെയിൻ ഉണ്ടാക്കാൻ തന്നിരുന്നതിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വെച്ച് നോക്കിയപ്പോൾ ആ ഫോട്ടോ ഇതുപോലെ തന്നെ ഡിമ്മായിട്ട് പോയിട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് റെസിൻ്റെ കുഴപ്പമല്ല,
ഫ്രെയിമിൻ്റെയും കുഴപ്പമല്ല, ഫോട്ടോയുടെയും കുഴപ്പമല്ല. നമ്മളതിനകത്ത് ബ്ലൂ കളർ ഉപയോഗിച്ചു. കാരണം ഡാർക്ക് കളർ ആയതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് റെസിൻ ഒഴിച്ചപ്പോഴേക്കും പിന്നെ ഒന്നും കൂടെ കളർ ഡിമ്മായി പോയതാണ്. പക്ഷേ പാസ്പോർട്ട് സൈസിൻ്റെ ഫോട്ടോ നമ്മൾ വേറൊരു പ്രിൻറ്റിലാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടെ നന്നായിട്ടിരുന്നു. പക്ഷേ അത്രയും ഫ്രെയിമിൽ ആ ഒരു ചെറിയ ഫോട്ടോ മാത്രം വന്നപ്പോഴേക്കും കാണാൻ ഒരു രസമില്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിനകത്തേക്ക് ഒഴിച്ചു. പിന്നെ നമ്മൾ വേറൊരു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മൾ കീ ചെയിനിൻ്റെ മൗൾഡ് ഇട്ടിട്ട് കീ ചെയിൻ ഉണ്ടാക്കുകയും ചെയ്തു. മറ്റേ ഒരു റൗണ്ട് രീതിയിൽ ഫ്രെയിം ചെയ്ത് അതിൽ ജസ്റ്റ് ഗിൽറ്റൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തപ്പോഴേക്കും അത് വേറൊരു ഫ്രെയിമായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സക്സസ് ആയിട്ട് മാത്രമല്ല റെസിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇതേപോലെ ഫ്ലോപ്പ് ആവാറുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിനൊക്കെ വർക്ക് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ശ്രദ്ധിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ടാക്കി കിട്ടുക. അപ്പോൾ റെസിൻ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.